യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ, ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ദൈവവചനമാണ് നാം കേൾക്കുന്നത്. ഒരുപക്ഷെ ചിലരെങ്കിലും ചിന്തിക്കും, എനിക്കിങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ടും എനിക്കൊരനുഭവവും ഉണ്ടാകുന്നില്ലല്ലോ, എനിക്കൊരനുഭവം ഉണ്ടായില്ലല്ലോ. നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് നല്ല അനുഭവങ്ങൾ ഉണ്ടാകാൻ പ്രാർത്ഥിക്കുകയാണ്. ആദ്യം തന്നെ ദൈവമേ, ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ അങ്ങയുടെ വചനം ഈ ദിവസം കേൾക്കുമ്പോൾ ഇവർക്ക് നല്ലൊരു ദൈവാനുഭവം കൊടുക്കണമേ. നല്ലൊരു അനുഭവം പ്രാർത്ഥിച്ച പ്രാർത്ഥനയിലൂടെ, കേൾക്കുന്ന വചനത്തിലൂടെ ഉണ്ടാകണമേ. ഞങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങൾ എല്ലാം ഒരു അനുഗ്രഹമാകട്ടെ. തൊഴിൽ മേഖലകൾ ഒരനുഗ്രഹമാകട്ടെ. കൃഷിയിടങ്ങൾ, വരുമാന മാർഗങ്ങൾ, കൃഷിയിൽ ആശ്രയിച്ചു നിൽക്കുന്നവർ പ്രത്യേകം അവരെ ഓർത്ത് പ്രാർത്ഥിക്കുവാണ്. കൃഷിയിലൂടെ മെച്ചമുണ്ടാകട്ടെ, നഷ്ടങ്ങളും പരാജയങ്ങളും മാറിപ്പോകട്ടെ. നിങ്ങളുടെ വരുമാന മാർഗങ്ങൾക്ക് പുതിയ മാർഗവും വഴികളും തുറക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ചില വഴിത്തിരിവുകളും പുതിയ തുടക്കങ്ങളും ഉണ്ടാകും. പുതിയ തുടക്കങ്ങളും വഴിത്തിരിവുകളും ദൈവം സമ്മാനിക്കും. കർത്താവേ, ഇന്ന് പ്രാർത്ഥിക്കുന്ന ഡെയിലി ബ്ലെസ്സിങ്ങിൽ അങ്ങയുടെ വചനത്തെ കേൾക്കുന്ന ഈ മകനെ, ഈ മകളെ, ഈ പ്രിയപ്പെട്ട കുടുംബത്തെ അങ്ങയുടെ നാമത്തിൽ ഏൽപ്പിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കേൾക്കുന്ന ഈ ശനിയാഴ്ച ദിവസം കേൾക്കുന്ന വചനം 2 ദിനവൃത്താന്ത പുസ്തകം 18-ാം അധ്യായം 18-ാമത്തെ വാക്യം. 18-ാം അധ്യായം 18-ാമത്തെ വാക്യം. മിക്കായ പറഞ്ഞു, കർത്താവിൻ്റെ വചനത്തെ ശ്രവിക്കുക. മിക്കായ 2 ദിനവൃത്താന്തം 18-ാം അധ്യായം 18-ാമത്തെ വാക്യമാണ്. മിക്കായ പറഞ്ഞു, കർത്താവിൻ്റെ വചനത്തെ ശ്രവിക്കുക. കർത്താവ് തൻ്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് ഞാൻ കണ്ടു. സ്വർഗീയ സൈന്യങ്ങൾ അവിടുത്തെ ഇടത്തും വലത്തും നിന്നിരുന്നു. ഇന്നും ഇത് സംഭവിക്കും. ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുമ്പോൾ, ഒരാൾ കേൾക്കുമ്പോൾ, ദൈവം തൻ്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും. ദൈവം നമ്മുടെ ഭവനത്തിൽ ഉപവിഷ്ടനാകും. ദൈവത്തിൻ്റെ വചനം കേൾക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം, സർവശക്തനായ ദൈവം ഉപവിഷ്ടനാകും. അടുത്തതോ, സ്വർഗീയ സൈന്യങ്ങൾ ഇടത്തും വലത്തും നിന്നിരുന്നു. ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ കേൾക്കുമ്പോൾ, നമ്മുടെ ഭവനത്തിൽ അത് കേൾക്കുമ്പോൾ ദൈവദൂതന്മാരുടെ ഒരു സംരക്ഷണമുണ്ടാകും. നമ്മുടെ ഭവനത്തിനകത്ത് ദൈവികമായ ചലനങ്ങളുണ്ടാകും. ഒരു വലിയ കുളത്തിലോ കിണറ്റിലോ ഒക്കെ ഒരു കല്ലെടുത്തിട്ടാൽ അതിനോളങ്ങൾ, ഒരുപാട് ഓളങ്ങൾ സൃഷ്ടിക്കപ്പെടും. ഓളങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഓളങ്ങളിങ്ങനെ അലതല്ലുന്നത്. ഇതുപോലെ ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ, നിങ്ങളുടെ ഭവനത്തിൽ വരുമ്പോൾ ദൈവികമായ ചില ഓളങ്ങൾ സൃഷ്ടിക്കപ്പെടും. ദൈവദൂതന്മാരുടെ കാവൽ ആ ഭവനത്തിനുണ്ടാകും. ദൈവവചനം ശ്രവിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും. നിങ്ങൾ ഭവനത്തിൽ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ കേൾക്കുന്നവരാണോ? ദൈവദൂതന്മാർ നിങ്ങളുടെ ഭവനത്തിൻ്റെ ചുറ്റും കാവൽ ഉണ്ടാവും. സക്രിയ വചനമുണ്ട്, ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും പാളയമടിച്ച് കാവലേർപ്പെടുത്തുമെന്ന്. ദൈവവചനം ശ്രവിക്കുന്ന ഓരോ വ്യക്തികളോടും കുടുംബങ്ങളോടും പറയുക, ദൈവദൂതന്മാരുടെ ഒരു കാവൽ, ഒരു സംരക്ഷണം. ഇന്നെല്ലാ വീടുകൾക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. എല്ലാ ഭവനം, ഡെയിലി ബ്ലെസ്സിങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാ ഭവനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കട്ടെ. എല്ലാ ഭവനങ്ങൾ, ഏതെങ്കിലും ഭവനം അസ്വസ്ഥതയുണ്ടോ? ഞങ്ങൾ ഈ വീട്ടിൽ താമസിച്ചേ പിന്നെ ഞങ്ങൾക്കൊരു ഉയർച്ചയില്ല, ഞങ്ങൾ ഈ ഭവനത്തിലെത്തിയ പിന്നെ ഞങ്ങൾക്കൊരു സമാധാനമില്ല, രോഗം ഒഴിഞ്ഞിട്ടൊരു നേരമില്ല, ഒരു പൈസയും സമ്പാദിക്കാൻ പറ്റുന്നില്ല,
കടം കൂടുവാണ്. നിങ്ങൾക്ക് ചില വീട്, ചില സ്ഥലത്തെക്കുറിച്ചൊക്കെ പരാതി കാണും. എന്നിട്ട് നമ്മുടെ മനസ്സിൽ ആരെങ്കിലുമൊക്കെ പറഞ്ഞു കാണും, ഇവിടെ എന്തോ ഒരു ദോഷമുണ്ട്, എന്തോ ഒരു പ്രതിസന്ധി ഉണ്ട്, ഈ സ്ഥലം നല്ലതല്ല, ഈ വീടിനെന്തോ ദോഷമുണ്ട്. ഇങ്ങനെയൊക്കെ കേട്ടവരാണോ? ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരാണോ? ഇങ്ങനെ ആരെങ്കിലുമൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെ ഒരു ഭാരം ചുമക്കുന്നവരാണോ? വിൽക്കാൻ നോക്കുമ്പോൾ വിലയില്ല, എന്നാൽ മറ്റൊരിടത്ത് പോയി ഒരു സ്ഥലവും വീട് മേടിക്കണമെന്ന് നോക്കി നടക്കുന്നുമില്ല. എല്ലാ തരത്തിലും ആകെ ചുറ്റപ്പെട്ട ഒരവസ്ഥ. അങ്ങനെയാണോ? നിങ്ങൾ പ്രാർത്ഥിക്കുക, കർത്താവേ, ഈ സ്ഥലത്തിരുന്ന് ഞങ്ങൾ വചനം കേൾക്കുവാണ്, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയാണ്. ഒരു വെള്ളത്തിൽ, കുളത്തിലോ കിണറ്റിലോ പുഴയിലോ ഒക്കെ ഒരു കല്ലിട്ടാൽ അതിന് ഓളമുണ്ടാകുന്നത് പോലെ അങ്ങയുടെ വചനം ഞങ്ങളുടെ ഭവനത്തിനകത്ത് നിക്ഷേപിക്കുകയാണ്. അത് ഓളങ്ങൾ സൃഷ്ടിക്കുന്നത് പോലെ ആ വീടിൻ്റെ ഓരോ മുറികളിലും ദൈവീകമായ ഓളങ്ങൾ ഇന്നുണ്ടാകട്ടെ. എല്ലാ അടുക്കള മുതൽ തിണ്ണ വരെ കയറി വരുന്ന വഴി, 4 അതിരുകൾ, വീടിൻ്റെ 4 വശങ്ങൾ, മുകളിലും താഴെയും ദൈവീകമായ ആ ഒരു സംരക്ഷണ ഭിത്തി ഇന്നുണ്ടാകട്ടെ, ഇന്ന് സംഭവിക്കട്ടെ. ദൈവത്തിൻ്റെ സംരക്ഷണം ഉണ്ടാകട്ടെ. ഒരു ദോഷവും വരാതെ ആ ഭവനത്തെ കാത്തുകൊള്ളണമേ, ആ ഭവനത്തെ അനുഗ്രഹിക്കണമേ. ഇന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചത് എല്ലാ ഭവനങ്ങൾക്കും വേണ്ടിയിട്ടാണ്. ആ വീടിരിക്കുന്ന സ്ഥലവും വീടും അനുഗ്രഹിക്കപ്പെടണം. ആ വീടിൻ്റെ ദോഷങ്ങൾ മാറണം, ആ സ്ഥലത്തിൻ്റെ ദോഷങ്ങൾ മാറണം. ആ സ്ഥലവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സകല പ്രതിസന്ധികളും ദോഷങ്ങളും മാറണം. ദോഷം മാറും. വെളിച്ചം വരുമ്പോഴല്ലേ ഇരുട്ട് മാറുന്നേ. അല്ലാതെ ഇരുട്ടിനെ നമ്മൾ ചീത്ത പറഞ്ഞുകൊണ്ടിരുന്നാൽ, ഇരുട്ടിനെ പ്രാഗിക്കൊണ്ടിരുന്നാൽ ഇരുട്ട് പോകില്ല. അതിന് പകരം ഒരു വിളക്ക് കൊളുത്തുക, ഒരു മെഴുകുതിരി കത്തിക്കുക, അല്ലെങ്കിൽ ആ ലൈറ്റ് ഓൺ ചെയ്യുക. നിസ്സാര കാര്യം ചെയ്താൽ ആ ഇരുട്ട് മാറും. ഇതുപോലെ നിങ്ങളുടെ വീടിനകത്തുള്ള ദോഷങ്ങൾ, വീടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന തടസ്സങ്ങൾ, വീട് മേടിച്ച് വീടിനകത്ത് താമസിക്കാൻ പറ്റുന്നില്ല, അതിനകത്ത് കിടക്കുമ്പോൾ പേടിച്ചെഴുന്നേൽക്കുന്നു, ഞെട്ടി എഴുന്നേൽക്കുന്നു, കുഞ്ഞുങ്ങൾ ഒച്ചത്തിൽ കരയുന്നു, എന്നാന്നറിയത്തില്ല. ആ വീടിൻ്റെ ദോഷങ്ങൾ മാറും. നിങ്ങളുടെ വീട് മനസ്സിലൊന്ന് കണ്ടേ. നിങ്ങൾക്ക് ഒന്നിലധികം വീടുണ്ടോ? നിങ്ങളുടെ ഒരു വീടാണോ ഉള്ളത്? അല്ല, നിങ്ങളിപ്പോൾ താമസിക്കുന്നൊരു വീട്ടില, മറ്റൊരു സ്ഥലത്താ ഒരു വീടും കൂടെ ഉണ്ട്. ആ വീടിനെന്തോ പ്രശ്നമുണ്ട്, അത് വിൽക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല. നിങ്ങൾ വിൽക്കാൻ നോക്കുന്ന വീടായിക്കൊള്ളട്ടെ, ആ വീട് മേടിക്കുന്നവർക്കും ആ വീട് അനുഗ്രഹമാകണം. നിങ്ങൾ വിൽക്കാൻ നോക്കുന്നൊരു വീടാകട്ടെ, ആ വീട് നിങ്ങൾ വിറ്റിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകാൻ ആഗ്രഹിക്കുക. എന്തിനാ ഇവിടെ ഇരുന്ന് ചിന്തിക്കരുത്. ആ വീട് നിങ്ങൾ പ്രാർത്ഥിക്കുക. ആ വീട് നമ്മൾ വിറ്റ് വേറൊരാളാ മേടിക്കുന്നെങ്കിലും അവർക്കവിടെ സന്തോഷം അനുഭവിക്കാൻ കഴിയട്ടെ. എല്ലാവർക്കും അനുഗ്രഹമാകട്ടെ. പുതിയ വീടുകൾ പണിയുന്നവർ, ഭവനം പണി നടന്നുകൊണ്ടിരിക്കുന്നവർ, പുതിയ വീടിന് വേണ്ടി തറക്കല്ലിട്ട് നിൽക്കുന്നവർ, അല്ലെങ്കിൽ ലോണിന് അപേക്ഷിച്ചവർ, വീടുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യവും ഓർത്തെ. നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് നിലവിളികൾ ഉയരാൻ പാടില്ല. നമ്മുടെ ഭവനത്തിൽ നിന്ന് സന്തോഷത്തിൻ്റെ ശബ്ദമാണ് ഉയരേണ്ടത്, ആനന്ദത്തിൻ്റെ ശബ്ദമാണ് ഉയരേണ്ടത്. അപ്പുറത്തെ വീട്ടിൽ ഇപ്പുറത്തെ വീട്ടിൽ ആരും നോക്കി പറയാനിടയാവരുത്. ആ വീട്ടിലെന്നും വഴക്കാ, ആ വീട്ടിലെന്നും പ്രശ്നമാണ്, ആ വീട്ടുകാരെന്നും കരച്ചിലാ, കഷ്ടമുണ്ട് എന്ന് നമ്മുടെ വീടിനെ നോക്കി ആരും പറയാതിരിക്കട്ടെ. ആ വീട്ടിൽ എന്തോ ഒരു സന്തോഷമാണ്, എന്തോ ഒരു ഐക്യത്തിലാണ് അവർ പോകുന്നേ. നീ വീടിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വീടിനകത്ത് പരസ്പരം മിണ്ടാത്ത ആളുകളുണ്ടോ? പിണങ്ങിയിരിക്കരുത്, പിണങ്ങിയിരിക്കണ്ട. പിണക്കമൊക്കെ കള, തെറ്റിദ്ധാരണകളൊക്കെ പോട്ടെ. അകന്നിരിക്കുന്നവരൊക്കെ അകന്നിരിക്കൊന്നും വേണ്ട. പരസ്പരം മനസ്സുകൊണ്ട് ഐക്യപ്പെടാം, ക്ഷമിക്കാം, സ്നേഹിക്കാം. വഴക്കൊന്നും ഉണ്ടാക്കണ്ട. പിണങ്ങിയിരിക്കരുത്, വഴക്ക് കൂടിയിരിക്കണ്ട, മുഖം കനപ്പിച്ചിരിക്കണ്ട, മുഖത്തിൻ്റെ ഭാവമൊക്കെ മാറ്റിയിരിക്കണ്ട. പരമാവധി നമുക്ക് സ്നേഹത്തോടെ ആകാം, കൂട്ടുകൂടാം, സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. അപ്പോൾ ആ വീട് വെളിച്ചമുള്ളതായി മാറും. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കാത്തവരുണ്ടോ? ദൈവത്തെ വിളിക്കാത്തവരുണ്ടോ? അവർക്ക് വേണ്ടി ആദ്യം പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുന്നവരെ നമ്മൾ പെട്ടെന്ന് ഓർക്കും. ദൈവത്തിൽ നിന്ന് അകന്ന് നിൽക്കുന്നവർ, ആരാധനയിൽ നിന്ന് അകന്ന് നിൽക്കുന്നവർ, വചനത്തിൽ നിന്ന് അകന്ന് നിൽക്കുന്നവർ, അവരെ നമ്മൾ അവസാനം പ്രാർത്ഥിച്ചാൽ പോരാ. അവർക്ക് വേണ്ടി നമ്മൾ ഏറ്റവും ആദ്യം പ്രാർത്ഥിക്കണം. ഇന്ന് ഏറ്റവും ആദ്യം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഭവനത്തിൽ മദ്യപാനികൾ, മയക്കുമരുന്നിന് അടിമപ്പെട്ടവർ, തെറ്റായ വഴിക്ക് ജീവിക്കുന്നവർ, അവരെ ആരെങ്കിലും ഉണ്ടോ?
അവരെയൊക്കെ ചേർത്ത് നിർത്ത്. ആദ്യം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആദ്യം അവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കണ്ടേ. നമ്മുടെ വീട് എല്ലാ അർത്ഥത്തിലും അനുഗ്രഹമാകട്ടെ. നമ്മുടെ വീട് എല്ലാ അർത്ഥത്തിലും സന്തോഷമാകട്ടെ. പ്രാർത്ഥിച്ചേ. പ്രത്യേകിച്ചുണ്ടല്ലോ, ഒത്തിരി മനുഷ്യർ സ്വന്തമായിട്ട് വീടില്ല, വാടക വീട്ടില്ല. അവർക്ക് സ്വന്തമായൊരു നല്ല വീടുണ്ടാകട്ടെ. നല്ലൊരു വീടുണ്ടാകാൻ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. നല്ല ഭവനം, ആർഭാടമൊന്നും അല്ലെങ്കിലും കൊള്ളാവുന്ന താമസയോഗ്യമായ അനുഗ്രഹമുള്ള നല്ലൊരു ഭവനം, ദൈവ പദ്ധതിയുള്ളൊരു ഭവനം ഉണ്ടാകട്ടെ. പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇന്ന് കേട്ട വചനവും മറക്കരുത്. വചനം ശ്രവിക്കുക, ദൈവം സിംഹാസനത്തിലിരിക്കും. പിന്നെയോ 4 വശത്തും സ്വർഗീയ സൈന്യങ്ങൾ, ഇടത്തും വലത്തും സ്വർഗീയ സൈന്യങ്ങൾ നിന്നിരുന്നു. വചനം കേൾക്കുന്നവന് കിട്ടുന്ന സംരക്ഷണമായത്. ഇടത്തും വലത്തും സ്വർഗീയ സൈന്യങ്ങൾ നിൽക്കും. ദൈവം സിംഹാസനത്തിലിരിക്കുന്നത് പോലെ വചനം കേൾക്കുന്ന നിങ്ങളിലിരിക്കും. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. പ്രാർത്ഥനയിൽ പങ്കെടുത്ത, വചനം കേട്ട പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് നല്ലൊരു ദിവസമായിരിക്കട്ടെ. ഇന്ന് ഒരു ദോഷവും വരത്തില്ല, ഒരു തിന്മയും വരില്ല, ഒരനർത്ഥവും വരില്ല. കാരണം ദൈവത്തിൻ്റെ സംരക്ഷണം നിൻ്റെ മേലുണ്ട്. സഞ്ചരിക്കുന്ന വഴികളിൽ, എടുക്കുന്ന തീരുമാനങ്ങളിൽ ദൈവത്തിൻ്റെ കരമുണ്ടാകട്ടെ, ദൈവത്തിൻ്റെ ചലനം ഉണ്ടാകട്ടെ, ദൈവത്തിൻ്റെ സ്നേഹം ഉണ്ടാകട്ടെ, ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടാകട്ടെ. ഒരു തരത്തിലും ഒരു ചതിയിലും ചെന്ന് പെടാതിരിക്കട്ടെ. ഒരു ദോഷവും വരാതിരിക്കട്ടെ. ആപത്തനർത്ഥങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, ദുർമരണങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആരോഗ്യവും ദീർഘായുസ്, നല്ല ആരോഗ്യവും തരണമേ. സന്തോഷവും സമാധാന ഐശ്വര്യവും ഉണ്ടാകട്ടെ. നിങ്ങളുടെ ബിസിനസ് അനുഗ്രഹമാകട്ടെ. കൂടെ നിന്ന് ചതിക്കപ്പെടാതെ ശ്രദ്ധിക്കണം. കൂടെ നിന്ന് ചിലർ കൂടെ നിൽക്കുന്നത് ചതിക്കാനാണ്. തിരിച്ചറിയുമ്പോൾ അത് വൈകിപ്പോകും. എല്ലാവിധ ചതികളിൽ നിന്നും സംരക്ഷണം തരണമേ. ദോഷം വരാതെ കാത്തുകൊള്ളണമേ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു. സാധ്യം എല്ലാവർക്കും അയച്ചു കൊടുക്കുക. ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. നാളെയും 5:30 തന്നെ, അല്പം നേരത്തെ എഴുന്നേറ്റ് 5:30 തന്നെ വചനം കേൾക്കാനുള്ള ഭാഗ്യവും ആരോഗ്യവും അവസരവും സമയവും ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ. നാളെ 5:30 കാണുന്നതുവരെ സ്വർഗത്തിലെ വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ.